യൂത്താണ് ഏറ്റവും കൂടുതൽ സിനിമ തിയേറ്ററിൽ നിൽക്കാനുണ്ടാകുന്ന ഒരു ആദ്യത്തെ പ്രേക്ഷകർ എന്ന് പറയുന്ന അവരായിരിക്കും. ഒരിക്കലും ഫാമിലി ഉണ്ടാവും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ശതമാനം കുറവായിരിക്കും ആദ്യത്തെ ദിവസം തന്നെ ഒരു റിലീസ് പടം കണ്ടേക്കാം എന്ന് വിചാരിക്കുന്ന ഫാമിലീസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ എണ്ണം കുറവായിരിക്കും. ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പുള്ളിയും ഏകദേശം പഠനകാലത്ത് എനിക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്ന അതേ വേവിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാര്യം ഞാൻ അന്ന് ധാരാളം സിനിമകൾ കാണുമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഒരാളുടെ എന്തെങ്കിലും എവിടെന്തെങ്കിലും മൊബൈൽ വെച്ചിട്ട് എടുക്കുന്ന ഒരു സാധനം നേരെ അന്നേരം അപ്ലോഡ് ചെയ്യുവാണ്. അത് ചിലപ്പോൾ അതിൻ്റെ മുന്നും കാണത്തില്ല, പിറകും കാണത്തില്ല. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന് ആർക്കും അഭിപ്രായം പറയുന്ന ആളിന് വേറൊരാളോട് ചോദിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. വലിയ വൻ ഹൈപ്പിൽ വരുന്ന പടങ്ങളൊക്കെ ഒരുപക്ഷെ ജനങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മീഡിയം നേരത്തെ പരസ്യം എന്ന് പറഞ്ഞാൽ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ട്രെയിലർ മാക്സിമം അത്രേ ഉള്ളായിരുന്നു. ഇപ്പം FDFF ഉണ്ട്, അല്ലെങ്കിൽ പ്രൊമോഷൻ മീഡിയാസ് അതൊക്കെ ഭയങ്കര ഘടകമാണ്. ചേട്ടാ അപ്പം നമസ്കാരം. അപ്പം പുതിയ വിശേഷം സൂപ്പർ ജെമിനിയാണ്. അതെ. അപ്പം സൂപ്പർ ജെമിനിയെ കുറിച്ച് ആദ്യം തന്നെ എന്താണ് പറയാനുള്ളത്? സൂപ്പർ ജെമിനിയെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പടമാണ്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്നും വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവരൊന്നും ആയിരിക്കത്തില്ല. എന്നാലും ചെറിയ വേഷങ്ങൾ ചെയ്തവർക്ക് പോലും അവർക്കൊരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു ചിത്രമാണ് ഒന്ന്. രണ്ടതൊരു ടീനേജ് പെൺകുട്ടി, അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓരോരോ വിഷയങ്ങളാണ് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന അത് കടന്നു വന്ന മാനസികാവസ്ഥകൾ, അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആ സംഗതികൾ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാന പ്രമേയം. പിന്നെ ഇത് ഗ്രാമ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ലവർ കാണും, മോശക്കാർ കാണും, പിന്നെ ഡ്രഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ കാണും. എല്ലാ സമൂഹത്തിലുള്ള സകലവിധ ആൾക്കാരും ഇതിനകത്ത് ഒന്നല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അത് ലേഡീസിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യുന്നതാണ്, കുട്ടികൾക്ക് വളരെ റിലേറ്റ് ആവുന്ന സബ്ജക്റ്റാണ്. അങ്ങനെയുള്ള ഒരു കൊച്ചു സിനിമയാണ്. അപ്പം ഈ സിനിമയിൽ ചേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ ഒരു ഗ്രാമീണ കഥാപാത്രമാണ്. ഞാനൊരു ഗ്രാമത്തിലൊക്കെ വളർന്നു വന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാവുന്ന ക്യാരക്ടറായിരുന്നു. അത് വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വിശ്വാസം. അപ്പം നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒരു മലയോര ഇതിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചുള്ള സെറ്റിലെ അനുഭവങ്ങളും കാഴ്ചകളൊക്കെ, അതായത് പുതിയൊരു ചേട്ടന് പരിചയമില്ലാത്ത അല്ലെങ്കിൽ കൂടെ അഭിനയിച്ചിട്ടില്ലാത്തവരുമായിട്ടൊക്കെ കോമ്പിനേഷൻ സീൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടൊപ്പം അഭിനയിക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ചിത്രങ്ങൾ ചെയ്യാത്ത ആൾക്കാരുണ്ടായിരുന്നു. മറ്റു ചില ചിത്രങ്ങളൊക്കെ ചുരുക്കം ചില ചിത്രങ്ങൾ ചെയ്തവരുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ല അനുഭവമായിരുന്നു. ഓരോ സിനിമയ്ക്കുള്ളിലും ഓരോ അനുഭവങ്ങളുണ്ടാവും. ഓരോ സിനിമ അഭിനയിച്ച് കഴിയുമ്പോഴും അല്ലെങ്കിൽ സിനിമയിൽ പങ്കെടുത്ത് കഴിയുമ്പോഴും ഓരോ അനുഭവം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മ ഈ സിനിമയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഈ സിനിമയിൽ നിന്ന് അങ്ങനെ മറക്കാനാവാത്ത അനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഈ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമ ഞാനിപ്പോൾ ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പോൾ ആ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ വളരെ രസകരമായിരുന്നു. നല്ല അന്തരീക്ഷമായിരുന്നു. ശല്യമില്ലാത്ത സ്ഥലമായിരുന്നു. അധികം ആകെ ബഹളമോ അങ്ങനൊന്നും അല്ലായിരുന്നു. വളരെ കാം ആൻഡ് ക്വയറ്റ് സെറ്റായിരുന്നു. അത് തന്നെ ഒരു അനുഭവമായിരുന്നു. ഓക്കെ ചേട്ടാ, സൂപ്പർ ജെമിനി എന്ന് കേൾക്കുമ്പോൾ പേര് കേൾക്കുന്നത് തന്നെ ഒരു പുതുമയാണ്. അതായത് സൂപ്പർ ഓക്കെയാണ്, ജെമിനി എന്നുള്ളത്. ജിമിനി എന്നുള്ളത് ഒരു കഥാപാത്രമാണോ അതോ കഥാതന്തുവിന് അനുസരിച്ച് ഇട്ട ഒരു പേരാണ്? അതൊക്കെ കഥാതന്തുവായിട്ട് ബന്ധപ്പെട്ട പേരാണ്. അപ്പം സൂപ്പർ ജെമിനിലേക്ക് ചേട്ടൻ വരുന്നുണ്ട്. അപ്പം ചേട്ടൻ എങ്ങനെയാണ്, ആര് മൂലമാണ് സൂപ്പർ ജെമിനിയിലേക്ക് എത്തിപ്പെടുന്നത്? ഡയറക്ടർ അനു പുരുഷോത്ത് എന്നെ വിളിച്ച് കഥാപാത്രത്തെക്കുറിച്ച് സംസാരിച്ചു. ഇങ്ങനെയുള്ളൊരു ചിത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഓക്കെ. പിന്നീടാണ് പ്രൊഡ്യൂസർ രാജേഷിനെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം ആ ഒരു ഗ്രാമീണൻ്റെ എല്ലാ നിഷ്കളങ്കതയുള്ള മനുഷ്യനാണ്. ഒരുപാട് ഡയറക്ടറുടെ കൂടെ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഡയറക്ടർമാരുടെ കീഴിൽ ചേട്ടന് സ്ക്രീനിൽ നിൽക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പുതുമുഖ സംവിധായകരോടും ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അവരിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത എടുത്തു പറയാനായിട്ട് എന്തെങ്കിലും ഈ ഡയറക്ടറിനുണ്ടോ?
അനുവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അനുവിന് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് കൺവേ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഉദ്ദേശിക്കുന്നതല്ലെങ്കിൽ നമുക്കത് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറയാമായിരുന്നു. അനുവിന് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു എന്താണ് അവിടെ ആ സീക്വൻസിൽ എന്താണ് ഉണ്ടാവേണ്ടത് എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി ആണ് അനു ഓരോ ഷോട്ടും എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പ്രൊഡ്യൂസറും സിനിമാ മേഖലയിലേക്ക് ആദ്യമായിട്ട് ചുവട് വെക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തുമായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹം സിനിമ ചെയ്തില്ലായിരുന്നുവെങ്കിലും അദ്ദേഹം ഈ പിന്നെ ആൽബം സോങ്സ് അങ്ങനെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പുള്ളിയും ഏകദേശം പഠനകാലത്ത് എനിക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്ന അതേ വേവിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാര്യം ഞാൻ അന്ന് ധാരാളം സിനിമകൾ കാണുമായിരുന്നു. ഒരു സിനിമ തന്നെ ഒന്നിലധികം തവണ കാണുമായിരുന്നു. ഇതെല്ലാം അദ്ദേഹം അനുവർത്തിച്ചു വന്നതാണെന്ന് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനിത് അത്ഭുതമായിട്ടാണ് കണ്ടത്. അപ്പോൾ പുള്ളി ഒരു സിനിമയായിട്ട് ഒരു ഭയങ്കര പാഷനുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ. ശരി. അതുപോലെ തന്നെ ഈ വൻ ഹൈപ്പ് പടങ്ങൾ മാത്രമാണ് ഇപ്പം തിയേറ്ററിൽ വിജയമാവുന്നത്. ചെറിയ പടങ്ങളിൽ ഹൈപ്പില്ലാതെ വരുന്ന പടങ്ങളിലൊക്കെ തിയേറ്ററിൽ പരാജയമാവുന്നുണ്ട്. എന്നാൽ തിയേറ്ററിൽ പരാജയമായ സിനിമകൾ OTTയിൽ വന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് തിയേറ്ററിൽ പടം കാണാതെ OTTയിൽ മാത്രം പടം കണ്ട് പടം വിജയിപ്പിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? തിയേറ്ററിൽ അത് ഒന്നാമത്തെ കാര്യം ഇപ്പം ഇടക്കാലത്ത് ഞാനൊക്കെ എൻ്റെ ഒരു കോളേജ് ലൈഫിൻ്റെ കാലഘട്ടം അല്ല സ്കൂൾ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു 180 സിനിമയൊക്കെ ഒരു വർഷം റിലീസാകുമായിരുന്നു. അത് ക്രമേണ അത് ഗ്രാജുവലായിട്ട് അതിൻ്റെ എണ്ണം ഇടയ്ക്ക് കുറഞ്ഞിരുന്നു. മലയാള സിനിമയ്ക്ക് ഒരു പ്രതിസന്ധി പോലെ എല്ലാ സ്ഥലത്തെയും കാര്യങ്ങളും എനിക്കറിയില്ല. എന്തായാലും ഇവിടെ അതിൻ്റെ എണ്ണം ഗണ്യമായിട്ട് കുറയുകയും അത് ഏതാണ്ട് തീരെ താഴേക്ക് 100-ൽ താഴേക്ക് പോവുകയും ഒക്കെ ചെയ്ത വർഷങ്ങൾ കുറേ കാലങ്ങളുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കോവിഡിനും കൂടെ ശേഷമാണെന്ന് തോന്നുന്നു സിനിമയുടെ എണ്ണം വീണ്ടും ഒരു 180-200 അടുത്ത് വർക്കുകൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്തൊക്കെ വലിയ വൻ ഹൈപ്പിൽ വരുന്ന പടങ്ങളൊക്കെ ഒരുപക്ഷെ ജനങ്ങൾ അറിയുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ മീഡിയം നേരത്തെ പരസ്യം എന്ന് പറഞ്ഞാൽ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ട്രെയിലർ മാക്സിമം അത്രേ ഉള്ളായിരുന്നു. ഇപ്പം FDFS ഉണ്ട്, അല്ലെങ്കിൽ പ്രൊമോഷൻ മീഡിയാസ് അതൊക്കെ ഭയങ്കര ഘടകമാണ്. എല്ലാവരെ കൊണ്ടും ചിലപ്പോൾ അത് അപ്രാപ്യമായിട്ടുള്ളവരുടെ സിനിമകൾ ചിലപ്പോൾ നല്ല സിനിമകളായിരിക്കും, പക്ഷേങ്കിൽ ജനങ്ങൾ അറിയാതെ പോകുന്നുണ്ടോ അതൊരു പ്രൊമോഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല സിനിമകളും തിയേറ്ററിൽ അറിയാതെ പോയിട്ടുണ്ട്. അതായത് നല്ല ചിത്രങ്ങളൊക്കെ അറിയാതെ പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും അടുത്ത ക്യൂവിൽ പടങ്ങളുള്ളത് കൊണ്ട് തന്നെ അടുത്ത ചിത്രം അവിടേക്ക് കയറും. അപ്പോൾ ചിലർക്കത് അവർക്കത് സാധിക്കാതെ വരുന്നത് കൊണ്ട് ചില ചിത്രങ്ങളൊക്കെ OTT കാണുമ്പം പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അതിലേക്ക് തിയേറ്ററിലേക്ക് ആ ജനങ്ങൾ എത്തിയിരുന്നെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. OTT നമുക്ക് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു അനുഭവം കിട്ടത്തില്ല. എന്താണ് സിനിമ എന്ന് നമുക്ക് ഏകദേശം ഒന്ന് വിലയിരുത്താവുന്നുള്ളതല്ല, അല്ലെ എന്താണ് കഥ പറയുന്നത്, അല്ലെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയാവുന്നുള്ളതല്ലാതെ പിന്നെ നമുക്കിത് വീണ്ടും ഒന്ന് കാണാനുള്ള ഒരു അവസരവും ഇല്ല. പക്ഷെ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും പണ്ട് നിറഞ്ഞിരുന്നത് കുടുംബ ചിത്രങ്ങളായിരുന്നു. തിയേറ്ററിലും മറ്റും നിറഞ്ഞ സദസ്സിൽ കയ്യടി നേടിയിരിക്കുന്നത് കുടുംബ ചിത്രങ്ങളാണ്. എന്നാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മോസ്റ്റ് വയലൻസ് മൂവീസ്, അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടും അല്ലെങ്കിൽ ബഡ്ജറ്റ് പരമായിട്ടും ഒരുപാട് വലിയ സിനിമകൾ, അതിനെയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം കുടുംബ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ അല്ലെങ്കിൽ സിനിമ വയസ്സ് വെച്ച് കുറഞ്ഞു പോകുന്നു എന്നൊരു തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ, അതാണ് വസ്തുത. ഇല്ലെന്ന് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. എല്ലാത്തരം ചിത്രങ്ങളും വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാത്തരം ചിത്രങ്ങളും വേണം. അപ്പോൾ വൻ ബഡ്ജറ്റ് വയലൻസ് അതൊക്കെ എപ്പോഴും തീരുമാനിക്കപ്പെടുന്നത്, ഞാനെപ്പോഴും വിചാരിക്കുന്നത് ഏറ്റവും യൂത്താണ് ഏറ്റവും കൂടുതൽ സിനിമ തിയേറ്ററിൽ നിൽക്കാനുണ്ടാകുന്ന ഒരു ആദ്യത്തെ പ്രേക്ഷകർ എന്ന് പറയുന്ന അവരായിരിക്കും. ഒരിക്കലും ഫാമിലി ഉണ്ടാവും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ശതമാനം കുറവായിരിക്കും ആദ്യത്തെ ദിവസം തന്നെ ഒരു റിലീസ് പടം കണ്ടേക്കാം എന്ന് വിചാരിക്കുന്ന ഫാമിലീസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ എണ്ണം കുറവായിരിക്കും. അവിടെ എപ്പോഴും കോളേജ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യുവാക്കളാണ് ആദ്യം ഇറങ്ങുന്ന സിനിമ കാണണമെന്ന് വിചാരിക്കുന്നതും അവരാണ് കാണുന്നത്. ഇതേ ആ പ്രേക്ഷകർ തന്നെ ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കത്തില്ല കാണുന്നത്. അതൊക്കെ എനിക്ക് അനുഭവമുള്ളതെന്ന് ഞാൻ പറയുന്നത്. അന്ന് ഒന്നിലധികം തവണ ഈ ചിത്രം കാണും. അപ്പോൾ എങ്ങനെയായാലും ഈ ചിത്രം ഒരാഴ്ച എന്ന് പറയുന്നത് ആളാവും. അപ്പോഴത്തേക്കും പറഞ്ഞു കേട്ട് ഏകദേശം ഇതിൻ്റെ
എന്താണ് സിനിമ, എന്നുള്ളത് കൊള്ളാമോ ഇല്ലയോ, എന്നുള്ളതാണ്. ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു തീരുമാനമാകും. അപ്പോൾ ഗ്രാജുവലായിട്ട് പിന്നെ ഫാമിലീസ് കയറും. അങ്ങനെയാണ് അന്നത്തെ കാലത്തെ എൻ്റെ സിനിമ അനുഭവം അങ്ങനെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നമ്മുടെ സമൂഹത്തിൽ ആകെ മൊത്തം പറയുകയാണെങ്കിൽ മനുഷ്യൻ ഭയങ്കരമായിട്ട് അസഹിഷ്ണുത കൂടിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിനിമ കൊണ്ടുണ്ടായതൊന്നുമല്ല, എന്തോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം അങ്ങനൊരു അത് കൂടിയിട്ടുണ്ട്. ആ അസഹിഷ്ണുത കൂടുന്തോറും ഉള്ള കുഴപ്പം പിന്നെ അത്തരം സോഷ്യൽ മീഡിയയിലാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളത് റിപ്പോർട്ട് എഴുത്തിലാണെങ്കിൽ അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മേലധികാരി ഉണ്ടാവും. അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിന് പിന്നെ വായിച്ചു നോക്കുമ്പോൾ സംശയമുള്ള കാര്യങ്ങൾ നിങ്ങളെ വെച്ചാൽ കയറുകയോ അല്ലെങ്കിൽ വേറെ ആളെ വിളിച്ച് വയ്ക്കുകയോ ചെയ്തിട്ട് അതിനകത്തെ വസ്തുത ചോദിക്കും. അത് കഴിഞ്ഞ് അത് വേറെ അതിൻ്റെ മേലെയുള്ള ഒരാൾ കാണും. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് ചെയ്യും. ഇങ്ങനെ അതിനകത്ത് ചിലപ്പോൾ എഡിറ്റുകളൊക്കെ ഉണ്ടാവും. എന്നിട്ടായിരിക്കും ഈ വാർത്ത വരും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ അവിടെ ഒരാളുടെ എന്തെങ്കിലും എവിടെന്തെങ്കിലും മൊബൈൽ വെച്ചിട്ട് എടുക്കുന്ന ഒരു സാധനം നേരെ അന്നേരം അപ്ലോഡ് ചെയ്യുവാണ്. അത് ചിലപ്പോൾ അതിൻ്റെ മുന്നും കാണത്തില്ല പുറകും കാണത്തില്ല. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന് ആർക്കും അഭിപ്രായം പറയും. അഭിപ്രായം പറയുന്ന ആളിന് വേറൊരാളോട് ചോദിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അയാളുടെ അഭിപ്രായം പറയുന്നു, അതിന് താഴെ വന്നിട്ട് വളരെ മോശമായ വാക്കുകളിൽ കമൻ്റ് ഇടുന്നു, അതിന് എതിരായിട്ട് അടുത്ത ഒരു വിഭാഗം എഴുതുന്നു, അതിനെതിരായിട്ട് അടുത്ത വിഭാഗം വരുന്നു, അങ്ങനെ വരുന്നു. അവർക്ക് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരുന്നില്ല. അപ്പോൾ അതെല്ലാം കാണിക്കുന്ന എന്താണെന്ന് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അസഹിഷ്ണുത ഭയങ്കരമായിട്ട് കൂടി. വഴിയിലാണെന്ന് പറഞ്ഞാലും നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ ഭയങ്കര വഴക്കും ബഹളങ്ങളും ഒക്കെ കൂടി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ളൊരു ഇതില്ല. ഇപ്പോൾ ഭയമാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് വഴിയിൽ ഇറങ്ങാനായിട്ട്. കാര്യം എങ്ങനെയാണ് അടുത്ത വണ്ടി വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഒരു വഴക്കുണ്ടാകാൻ പോകുന്നതെന്ന് പേടിയുള്ള രീതിയിലേക്ക് കാലം പോയി. അപ്പം ഈ വയലൻസ് സിനിമ എന്ന് പറയുന്നത് അത് ഇഷ്ടപ്പെടുന്നു പ്രേക്ഷകർ. ചേട്ടാ, അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണ്, പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ? ഞാനിപ്പോൾ ഞാനൊരു 30 കൊല്ലമായി സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഒരു ചെറിയ പടത്തിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, മറുവശം എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ മിക്കവാറും ഫെബ്രുവരി ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആയിരിക്കും റിലീസ് ഉണ്ടാവുക. അത് ഞങ്ങൾക്ക് ഫിലിം ഫെസ്റ്റിവലിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ കണ്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. സിനിമ ചെയ്ത് പരിചയമുള്ള ആൾക്കാരും പിന്നെ എഴുതി പരിചയമുള്ള ആൾക്കാരും അങ്ങനെ കുറേ അല്ലാത്ത ഓഡിയൻസും എല്ലാം കണ്ടു. അപ്പോൾ അവിടെ നല്ല അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. കൊച്ചു പടമാണ്. കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. കൈലാഷുണ്ട്, അലക്സാണ്ടർ പ്രശാന്ത് ഉണ്ട്, സിദ്ദിഖ് ഏടമാൻ, ഷാഹിൻ സിദ്ദിഖ് ഉണ്ട്, ശ്രീജിത്ത് രവിയുണ്ട്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അതിനകത്തൊരു ചെറിയ പടമാണ്, സെൻട്രൽ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ചേട്ടൻ്റെ എടുത്തു പറയാൻ പറ്റിയ ഒരു കഥാപാത്രമാണ് ആമീൻ സിനിമയിലെ. ആമീനാണ് എനിക്കൊരു ബ്രേക്ക് തന്ന പടം. അപ്പം അതുപോലത്തെ എന്തെങ്കിലും സാമ്യതയുള്ള അല്ലെങ്കിൽ അതേ രീതിയിൽ വരുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഏത് സിനിമയിൽ? ഏതെങ്കിലും അപ്കമിങ് ആയിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് തരാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ ക്യാരക്ടർ വന്നാലും നമ്മൾ നോക്കും. ഓക്കെ. അപ്പം സൂപ്പർ ജെമിനി 24-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പം എന്താണ് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത് വളരെ ചെറിയ ചിത്രമാണ്. ഒരുപാട് പേരുടെ ശ്രമം കൊണ്ടുണ്ടായ ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, വിജയിപ്പിക്കണം. അതന്നെ. അപ്പം സൂപ്പർ ജെമിനി 24-ാം തീയതി ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.